കോഴിക്കോട് കോർപ്പറേഷനുകളിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 73 ഡിവിഷനുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് പ്രഖ്യാപിച്ചത്. 3 ഡിവിഷനുകളിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കും. കോഴിക്കോട് കോർപ്പറേഷനിലെ ആകെ 76 ഡിവിഷനുകളിൽ 3 എണ്ണം ഒഴിച്ച് 73 പേരുടെ പട്ടികയാണ് LDF പ്രഖ്യാപിച്ചത്. ഡെപ്യൂട്ടി മേയർ CP മുസാഫിർ അഹമ്മദ് മീഞ്ചന്ത ഡിവിഷനിൽ നിന്ന് ജനവിധി തേടും. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി കോഴിക്കോട് കോർപ്പറേഷനിൽ LDFന് അത്യുജ്വലമായ വിജയമുണ്ടാകുമെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പിനെ വളരെ പ്രതീക്ഷയോടെ വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. കാരണം ജനങ്ങൾ അത്ര കണ്ട് അനുകൂലമായ ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. ഒരു അത്യുജ്വലമായ ഒരു അസൂയാവഹമായ വിജയം ഈ ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടും. സർവീസ് കാലയളവിൽ ജനകീയ ഡെപ്യൂട്ടി കളക്ടർ എന്ന വിശേഷണം സ്വന്തമാക്കിയ അനിതാകുമാരി കോഴിക്കോട് കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥിയാണെന്നതും ഇത്തവണത്തെ പ്രത്യേകതയാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. ബാക്കിയുള്ള കല്ലായി, മുഗദാർ, കാരപ്പറമ്പ് ഡിവിഷനുകളിൽ പിന്നീട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. മതനിരപേക്ഷ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ജനപിന്തുണ തേടിക്കൊണ്ടാണ് LDF വോട്ടർമാരെ സമീപിക്കുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.